ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം നമ്മുടെ സഹോദരൻ കണ്ടത് ഇവിടെ മീൻ വിൽക്കും. പക്ഷേണ്ണ ഞാൻ പോയില്ലേ? ഞാൻ സ്കൂളിൽ പോയ ചട്ടിത്തലയും കൂടിയാണ്. ഒരു വള്ളത്തിയുണ്ട്. ഇത് പൂളാനായിട്ട് അത് പൂളൻ. ഇത് കൊഞ്ച കേട്ടാ, കൊഞ്ചായി വരുന്നേ ഉള്ളു ചേട്ടായി. ആ ഇത് ചെമ്മീൻ, കാലൻ ചെമ്മീൻ. പിന്നെ കാര്യമാണ് പിന്നെ നമ്മളെ 3-4 ദിവസമായിട്ട് നമ്മളെ വിളിച്ച് നമ്മളെ ജീവൻ ചേട്ടായി ചോദിക്കുന്നുണ്ടായിരുന്നു മീനുണ്ടോ എന്ന് ചോദിച്ചു. സന്ദീപ് ബ്രോ തിരുവനണ്ണ നമ്മളെ ജീവൻ ചേട്ടായി കുറേ ദിവസമായിട്ട് എന്നെ വിളിക്കുക, ചട്ടിത്തലയും കൂരിക്ക് വേണ്ടി വിളിക്കുക. അപ്പോൾ നമുക്ക് ഇന്നാണ് ചട്ടിത്തലയും കൂരി നമുക്ക് കിട്ടിയത്. അതെ കഴിഞ്ഞ ദിവസം വലിയ വലിയ ചട്ടിത്തലയും കൂരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചേട്ടായി വിളിച്ചത്. അപ്പം ചേട്ടായി ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഇപ്പം വന്നേ ഉള്ളു. ചെമ്പല്ലി ഉണ്ട് കേട്ടോ. ഇത് ഈ ടൈപ്പ് വരാലാണ് നമ്മൾ ഓപ്പറേഷനൊക്കെ കൂടുതലുമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് മീൻ ഗുണത്തിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പം എന്തുവാ, ചെറിയ വരാലാകുമ്പോൾ നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് കറി വെക്കാൻ പറ്റും. അപ്പം വലിയ വരാലാണെങ്കിൽ നമുക്കൊരു കറിക്കോ 2 കറിക്കോ വേണം. ചെറുതാകുമ്പോൾ നമ്മുടെ അത്യാവശ്യം രോഗിക്ക് മാത്രം 1-2 എടുത്ത് നമുക്ക് പാചകം ചെയ്ത് മാത്രമേ. ജീവനേട്ടായി എത്ര കിലോ എടുക്കുന്നത്? ഞാൻ ഇന്ന് രാവിലെ പോയി അവിടുന്ന് കുറെ വാങ്ങിച്ചു വെച്ചു. അപ്പൊ ഞാനിപ്പം അപ്പാപ്പി വിളിച്ചല്ലോ 2 കിലോ എടുത്തിട്ടേക്കാന്ന് ചോദിച്ചു. ആകട്ടെ 2 കിലോ. എവിടെ പോയായിരുന്നു മീനെടുക്കാൻ? മറ്റേ നമ്മുടെ തോട്ടപ്പള്ളി ഹാർബറിൽ. ആണോ? വേണ മേടിച്ചോ? അങ്ങനല്ലല്ലോ അപ്പാപ്പി വിളിക്കുന്നത്. വായോ അതെ മേടിയില് ഒരു പ്ലേറ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കും ഷാപ്പിൽ. റിമോറ വർക്കില്ലായിരുന്നോ? ആണോ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചാണോ? ആണോ? ഏത് സ്കൂളിൽ? തിരുവമ്പാടി. ചേട്ടായപ്പം തിരുവമ്പാടിയിൽ എങ്ങനെ വന്ന്? ഞാൻ തിരുവമ്പാടിക്കാരനാന്ന് എത്രയോ പ്രാവശ്യം. ആ ശരിയാ, പഴയ വീട്ടിലെ പറഞ്ഞിയുടെ കാര്യം വരെ ഞാൻ പറഞ്ഞത്. ആ ശരിയാ. പിന്നെ ഞങ്ങൾ NSS കോളേജിൽ കുറച്ച് നാളുണ്ടായിരുന്നു. ആ അണ്ണൻ ജീവൻ ചേട്ടായുടെ കൂടെ വന്നതാണോ? ചേട്ടായുടെ എന്റെ പൊന്നെ, ഞാൻ എന്റെ അടുത്ത് എത്ര ദിവസം കൊണ്ട് പറഞ്ഞിട്ട് നടക്കുകയാണെന്നറിയാം അപ്പാപ്പിയെ പരിചയപ്പെട്ടു. അപ്പാപ്പയെ ഞാൻ പരിചയപ്പെട്ടു. ആണോ? നമ്മുടെ കൂടെ അല്ലേ? പേരെന്തുവാ? സാനൽ. ഓക്കെ. അപ്പാപ്പി ഇലക്ഷൻ അന്ന് ഞാൻ കണ്ട്, അല്ലാതെ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട്. അതൊക്കെ അന്നേരം വിളിച്ചു പറയാം. ആണോ? ഇലക്ഷൻ അന്ന് ഞാൻ കണ്ട്. അപ്പൊ നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പറവൂര് കിഴക്കുവശം ഇറങ്ങി വരും. കൂരി അല്ലേ? നമുക്ക് എനിക്കൊരു 5-6 വർഷം മുന്നേ ഒരു 5-8 ടണ്ണ് കിട്ടിയത്. 12 കൂട് വെച്ചിട്ട് 5-8 വർഷം മുന്നേ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ചട്ടിത്തലയും കൂരി ഇങ്ങോട്ട് കാണാനില്ല. പിന്നെ കായലില്ല. അത് ഈ ചക്കറും അത് ഇതൊക്കെ ഇറങ്ങുകയും എല്ലാം കൂടെ ചെയ്തോണ്ട് ഈ മുട്ടയൊക്കെ തിന്ന് തീർക്കുന്നതുകൊണ്ടും അത് ഇതുമാണ് ഈ കൂരി ഇപ്പം കാണുന്നില്ല. സാധാരണ എല്ലാ മഴ ടൈമിനും എല്ലാ തോട്ടിലും ഇങ്ങനെ പൊങ്ങി നടക്കുന്നതാണ്.
അതെ ചേട്ടായി രാവിലെ ശകലം വേണ്ട വേണ്ട അത് മതി ചേട്ടാ. വേണ്ട 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 അങ്ങനെ അങ്ങനെ കാശ് വേണ്ട വേണ്ട വേണ്ടെന്നേ വേണ്ട വേണ്ട ഞാൻ 10 മിനിറ്റ് വിചാരിച്ചില്ല. വേണ്ട വേണ്ട ചേട്ടായി കഴിക്കാൻ ആളില്ല. എന്നാ പപ്പി പറ കഴിക്കാൻ ആപ്പടെ രണ്ട് പേരെ കഴിക്കാം. ജീവൻ ചേട്ടായിക്ക് മീൻ കൊടുക്കുന്ന ബഹളവാ. വാങ്ങിച്ചോളാം അതോടെ കിടക്കട്ടെ. എന്റെ സുഖമായിട്ട് അത് പിന്നെ ആർക്കെങ്കിലും വേണ്ട വേണ്ട ഇന്ന് സിലോപ്പിയ ഒരു 6 എണ്ണം 1 കിലോയ്ക്ക് അടുത്ത് ഇതുള്ളൂ. എടാ ആ കിറ്റ് മാറ്റിക്ക നീ. വേണ്ട 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 ഞങ്ങള് പോവുക. വേണ്ട 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 ഞങ്ങള് പോവുക. ഇന്ന് വരാല് ചാടിപ്പോടാ. റീസണിനകത്ത് സ്ഥലമില്ല അതാ. ചേട്ടായി ഓട്ടോയിലാണോ വന്ന? ഞാൻ നമ്മുടെ ഡ്രൈവർ ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് പുള്ളി ഇത് 4:30 വരുള്ളൂ. ഞാനിപ്പോ ഇവിടെ പോവാ എയർപോർട്ടിലോട്ട് പോവാ. ആണോ? അപ്പം പുള്ളി പോയിട്ട് ഉറങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് പോയി. അണ്ണ ഒറ്റ ഓട്ടത്തിന് ഓട്ടോ ചെന്ന് മീൻ വെച്ചല്ലോ. ഈ ഒരു പങ്ക് മാത്രമാണോ? ആ 150 വാ പോയാ ഒന്നാ വേണ്ട വെച്ചാ വാങ്ങാം. വരാൻ 400, കാരി 350. കട്ട് ചെയ്ത് തരില്ല. ഇതാ വള്ളത്തിയാ വള്ളത്തിക്ക് എത്രയാ? അപ്പം 150 മൊത്തത്തിൽ. ഇതാ ഇത് മൊത്തം ആളെ വിളിച്ച് കയറ്റി. അപ്പാപ്പിയേ ആളെ വിളിച്ച് വേമേ കയറ്റി മീൻ വിറ്റ് പോണം. ഒരു കിലോ പുതിയ എത്രയാന്ന് എനിക്കറിയാൻ പറ്റില്ല. എത്രയാടാ നീ മാറി? എത്ര? 200. വാ വാ വാ. കേട്ടല്ലേ
ഇത് ചട്ടിത്തരയും കൂരി നല്ല വെടിച്ചില്ല. വാ ഇറങ്ങി വാ. കൂരി കൊടുക്കാൻ എന്തുമാത്രം പിന്നെ അപ്പം ഈ പെരപണി സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സാധനമൊക്കെ നേരത്തോട്ട് ഇറക്കി തന്നുകൊണ്ടിരുന്ന ക്ഷാമ കേട്ടാ. അപ്പം ഇനിയിപ്പം നാളെ അല്ലേ, നാളെ രാവിലെ വരുമല്ലോ. നാളെ രാവിലെ നമ്മൾ ഒരു ലോഡ് മെറ്റിലും ഒരു എംസാൻഡ് പിന്നെ ഒരു 250 കല്ല് നാളെ രാവിലെ തരാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ നാളെ തൊട്ട് പണിക്ക് പോകണ്ടേ, നാളെ രാവിലെ ഇറക്കണം. ഇല്ലെങ്കിൽ എൻ്റെ മറ്റന്നാളത്ത് പണി പോകും അല്ലേ സന്ദീപേ? തീർച്ചയായും. ഇല്ല അണ്ണൻ കാര്യം എടുക്കുക. കാര്യം ചെയ്യാണോ ഒരെണ്ണം അപ്പുറം ചാടിയിട്ടുണ്ട്. സന്ദീപ് ബ്രോ ആ കിറ്റ് രണ്ടെണ്ണം ഇങ്ങനെ കിറ്റ് കൂരി. എടാ കൂരി ഇതല്ലേ അവൻ്റെ ഒക്കെ ചെയ്തത്. അപ്പം നമ്മുടെ അല്ല അവൻ്റെ കൂരി എങ്ങനാന്ന് മേടിച്ചോ. വാ ഫ്രഷാ ചേട്ടായി ചേട്ടായി. ഇങ്ങ വന്നേ ഓയ് നമ്മുടെ സുഹൃത്താ കേട്ടാ മനു. വള്ളം ഭയങ്കര ഒച്ചയായതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. പിന്നെ മഴക്കാലമായതുകൊണ്ട് ചായ ഇതൊരു മൂന്നിൻ്റെ മേലെ ഉണ്ടാവും. തലയല്ല കിറ്റ് പൊട്ടിയില്ല. ഒരു കിറ്റും കൂടെ അടിച്ചു പൊളിക്കുണ്ടായിരുന്നു. കിറ്റിനകത്തോട്ടേ ഈ കിറ്റിനകത്തോട്ട് വീഴുന്നില്ല സന്ദീപ് ബ്രോ. ആ ചെറിയ കിറ്റായതുകൊണ്ട് പറഞ്ഞോ. എടാ ഇതൊന്നും ഇല്ല കേട്ടാ ശ്രീമാറെ. ഈ വേറെ ചെമ്പല്ലി കിടപ്പുണ്ട. ആ ആ ആ ആ ആ ആ ആരാണ്ട് വാ 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 ഇവിടെ വാ. ആ അതിൻ്റെ അകത്ത് തന്നെ ഇട്ടോ, അതിൻ്റെ അകത്ത് തന്നെ ഇട്ടോ. ആ ഇടി അതിനകത്ത് തന്നെ ഇടി. ആ കിറ്റകത്ത് തന്നെ ഇടി. ഈ കിറ്റ് മറ്റേത് നൈസ് കിറ്റായതുകൊണ്ടാ പൊട്ടിപ്പോ. വരാലി ചോദിച്ചാളെന്ത് പോയാ വണ്ടി നമ്മുടെ സഹോദരനാ കേട്ടാ. സഹോദരൻ സഹോദരി വാ. നമ്മളെ സ്വന്തം കൂട്ടുകാരനാ കേട്ടാ. എന്താ നമ്മളെ അനിയത്തിയാ അത്.
കൂലി എൻ്റെ ഇല്ല ശ്രീകുമാരണ്ണൻ്റെ 150 രൂപ. കൂലി കാര്യം വരാല് വള്ളത്തിൽ കൊണ്ട് എല്ലാ സാധനവും മീൻ മേടിക്കാൻ പറ്റും. ഒരു കാരി പള്ളത്തി വരാല് കൊഞ്ചി സിലോപ്പിയും കൂടി ഉണ്ട് അപ്പാപ്പി. വരാൽ എന്തോ വിലയാണ്? 300. ഇല്ല വേറെ ഇല്ലേ അത് ആ കിടക്കുന്നത്. ഇത് കൂലി ഇത് 150 രൂപ കിലോ. കേട്ടോ എന്തോ അയ്യോ അത് 1.5 കിലോ ഉണ്ട്. കച്ചവടക്കാരനോ അപ്പൊ കിട്ടണേ ആ വലിയ കിട്ടണേ ചെറിയ കിട്ടെടുത്താ പൊട്ടിപ്പോ. വരാലോ സൗരാവും വരാല് പിടിച്ചത് വരാ. എടാ വരാൽ എന്ത് പോലെയാണ്? 400. എவ்வளோ அந்த പ്രവണ്ടിന് എவ்வளോ? വള്ളത്ത് കൊണ്ട് സിലോപ്പി കാല് വരാല് ഒരു ചെറുത് കിട്ടടാ. ആ പൂളാനുകളൊന്നും എടുത്തിട്ട് കൊടുക്കാൻ ആ ഉണ്ട്. ഇതിനെ മതി അത് ഒരു കിറ്റിന് കാണാം. ആ ഒരു കിറ്റിന് കാണാം. ഇതിനെല്ലാം കൂടെ എന്താവും? നോക്കണ്ട മതിച്ചു വില പറ അല്ലേ? ഒത്തിരി മീനുണ്ട്. കൊമ്പ് കൊള്ളാൻ കേട്ടാ. ആ അതേല്ലേ ആ കൊമ്പ് കിറ്റിന്റെ അവിടുന്ന് ഇതേ കണ്ടോ? 200 രൂപ ഞാൻ ചോദിച്ചത്. 1 കിലോ മീനുണ്ട്. ഇത് നല്ല കിട്ടാണ്. ചെറുതാണ് ഇത്. ഓവനെ
അവിടെ അവന്റെ അല്ലേ? അതെ വില അവനോട്ട് പറഞ്ഞു. ഞാൻ എത്രയാ? ചേച്ചി ഇതേ കൊള്ളിക്കാവേ, നല്ലതാ. ഇല്ല അവന്റെ അല്ലേ? അണ്ണാ വേണ അണ്ണാ പെട്ടെന്ന് വേണോ? 200 സിലോപ്പി 150 കൊടുക്കുക. 200 സിലോപ്പി 150 കൊടുക്കുക ഏസിക്ക്. പെട്ടെന്ന് പെട്ടെന്ന്. 220 തന്നെ ഞാൻ പോവാ, അല്ലെങ്കിൽ എടുത്തോ. ഒരു കാര്യം കൂടെ വന്നു, ആ കൊഞ്ചിനെ എടുത്തിട്ടേക്കാം. ആ സഹോദര പോട്ട സമയം പോയി. ഫ്രഷായിരിക്കും നമ്മൾ ഇവിടെ വിൽക്കുന്നതല്ലോ. എടാ ഈ കിറ്റ് ഒന്ന് പിടിച്ചോ. വാ വാ വാ. ഇതാണ് ചാനൽ, ഇതാണ് ചാനലിന്റെ പേര് കേട്ടോ. അയ്യോ അത് അതിന്റെ ഭംഗി പോവും, പള്ളത്തിന്റെ ഭംഗി പോവും. എല്ലാം പുള്ളിയുടെ മീനാട്ടോ. പുള്ളിയായിട്ട് നിങ്ങൾ സംസാരിച്ചു. ഇന്നത്തെ ഹൈലൈറ്റ് നിങ്ങളാ. ചേച്ചിയുടെ ആഗ്രഹം കണക്ക് ആ കൊഞ്ചുകളെ കിട്ടി കേട്ടോ. ആ കൊഞ്ചുകളെ കിട്ടിയേ എടാ ഒരു കിട്ടി. മേടിച്ചോന്നാ ഇതാണോ ഇവിടെയുള്ള വരാലിന് മാറ്റി വെക്കാം. വരാലിന് മൊത്തം മാറ്റി വെക്കാം. 1 കിലോ ഉണ്ടാവില്ലല്ലോ. നമ്മളെ പുതിയ സബ്സ്ക്രൈബറാ കേട്ടാ. ഇപ്പം നമ്മൾ ഇവിടെ മീൻ വിറ്റുകൊണ്ടിരുന്നപ്പം അപ്പാപ്പിയെടുക്ക വന്ന് ചോദിച്ചു ചാനൽ ഏതാണെന്നത്. ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. ഇപ്പം നമ്മുടെ വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അളിയൻ്റെ പേരെന്തുവാ? ആശയം. വീട് എവിടെ? വീട് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ. അപ്പം നമുക്ക് കൊടുങ്ങല്ലൂരുള്ള ഒരു മച്ചാനാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, അപ്പാപ്പിയാണ്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ വീഡിയോ എല്ലാം കാണുന്നതാണ്. അവർ നമ്മളെ കാണാനായിട്ട് വന്നായിരുന്നു. അപ്പം വന്നിട്ട് അപ്പാപ്പിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ മക്കൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് തന്നേച്ചും പോയതാണ്, ഡയറി മിൽക്ക്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ചേട്ടായും ആ ചേച്ചിയോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം വന്ന് മീനൊക്കെ മേടിച്ചോണ്ടോ പോയേട്ടാ നമ്മളെ കാര്യം. അപ്പം നമ്മളെ ക്യാമറയിൽ അപ്പോഴേ ബാറ്ററി ലോ ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സമയത്ത്. അപ്പം ഒരുപാട് സന്തോഷം ചേട്ടായി. ഒരു സന്തോഷ വാർത്ത കേട്ടാ. കാര്യം നമ്മൾ 250 രൂപ ആക്കിയിരിക്കുകയാണ്. അല്ലേ 250 രൂപ ആക്കിയിരിക്കുക. എവിടെ പോണു? രണ്ടുപേരുടെ എവിടെ പോണ്?
അമ്പലത്തില അമ്പലത്തിൽ പോവാണോ? ഒരു കിലോ നമ്മുടെ ചേട്ടായിയുടെ മീൻ വിറ്റുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം എന്നെ വന്ന് അപ്പാപ്പിനെ വന്ന് വിളിച്ച്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. ഇവർ കോട്ടയംകാരാ. പേരെന്തോ? ഷിഹാബ് ഷുക്കൂർ. അപ്പം നിങ്ങൾ കിഴക്കോട്ട് പോകുമായിരുന്നു, അങ്ങോട്ട് പോകുമായിരുന്നു ആണോ? അപ്പം നമ്മളെ കണ്ടോണ്ട് കയറിയതാ കേട്ടാ. ഒരുപാട് സന്തോഷം കേട്ടാ കണ്ടതിലൊക്കെ. ആ ഓക്കെ. അപ്പം ദേ തുടർന്നും വീഡിയോ കണ്ടിന്യൂ കാണാൻ മറന്നുപോകല്ലേ കേട്ടാ. ഓക്കെ. നമ്മളെ അപ്പുറത്ത് മീൻ കച്ചവടം, ഇവിടെ മുന്തിരി കച്ചവടം കേട്ടാ. മുന്തിരി കുഴപ്പമില്ല, ചെറിയ മധുര അല്ല, അവന് ഒരുപാട് മധുരമില്ലോ. അണ്ണാ 1.5 കിലോ 100. 1.5 കിലോ 100. 1.5 കിലോ 100 രൂപ. 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 അപ്പറ കാരി 1 കിലോ 300 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പറ 300 രൂപയ്ക്ക് വിൽക്കുന്നു കാരി. 1.5 കിലോ 100 രൂപ. 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 ആ 1.5 കോടില്ല, 1.5 പാട്ടും പാടി 1.5 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ കൊടുക്കുന്നത്. 1.5 കിലോ 100 രൂപ കൊടുക്കുന്നുണ്ട്. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ ആണെന്ന് കൊടുക്കണേ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. അണ്ണല്ലേ 1.5 കിലോ. വാ 1.5 കിലോ 100 രൂപ. 1.5 കിലോ മേടിച്ചു. 1.5 കിലോ 100 രൂപ. വാ ഇപ്പറ 1.5 100, അപ്പറ 1 കിലോ 250. 1.5 കിലോ 100 രൂപ. അല്ല അത് കാരി ആണോ? അല്ല 250 ആയത്. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. അത് മേടിച്ചു. അത് മേടിച്ചു. 200 എടുത്തിട്ട് ബാക്കി 300 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 100 രൂപ. 1.5 100 രൂപ. 1.5 100 രൂപ. അണ്ണാ 1.5 കിലോ 100 ഉള്ളു. 1.5 രൂപ. വാ 1.5 കിലോ 100 രൂപ. 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 ഉണ്ടോ? മധുരം ഉണ്ടോ? ഉണ്ടാ? മധുരം ഉണ്ടെങ്കിൽ മേടിച്ചോ. 1.5 കിലോ മേടിച്ചോ. 1.5 കിലോ 100 രൂപ. 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 1.5 കിലോ 100 രൂപ കൊടുക്കുന്നുണ്ട്. 1.5 കിലോ 100 രൂപ കൊടുക്കുന്നത്. 1.5 കിലോ 100 രൂപ കൊടുക്കുന്നത്. എവിടെ 1.5 കിലോ അണ്ണാ മുന്തിരി മേടിക്കണ. 1.5 കിലോ മേടിച്ചോണ്ട് എവിടെ പോയാ? അണ്ണാ എവിടെ പോയാ? കളർ കൂടാ മേടി. 1.5 കിലോ ആ 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. വാ ഇങ്ങ വന്നേ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. ഇങ്ങ വാ, മുന്തിരി മേടിച്ചോ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ ഇങ്ങ വന്നേ. 1.5 കിലോ 100 രൂപ. മുന്തിരി മേടിക്കുന്നത് അപ്പുറത്ത് കാര്യങ്ങൾ മേടിച്ചോ കേട്ടാ. അപ്പുറ കാര്യമുണ്ട് അണ്ണാ, അപ്പുറ കാര്യമുണ്ട്. അപ്പുറത്ത് കാര്യങ്ങൾ മേടിച്ചോ. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. മധുരം നോക്കി ഒരു ശകലം മധുരം കുറവാണ്. ഒരു ശകലം ഗൂഗിൾ പേ 1.5 കിലോ 100. 1.5 കിലോ 100 രൂപ. 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 അതുപോലെ 1.5 കിലോ 100. അല്ലെ അപ്പുറം 1 കിലോ 250. 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 കാരി 1.5 കിലോ 100 രൂപ. വാ അണ്ണാ 1.5 കിലോ 1.5 കിലോ 100 വാ. 1.5 കിലോ 100 വാ. 1.5 കിലോ 100. 1.5 കിലോ 100 വാ. വാ മേടിച്ചോ. 1.5 കിലോ 100. മധുരം നോക്കുന്നോ? മധുരം നോക്കുന്നോ? ആ ഏട് അത് 1.5 കിലോ 100 രൂപ. 1.5 കിലോ 100 രൂപ. കച്ചവടം
കുഴപ്പമില്ല കേട്ടോ. അതൊരു കന്മതിക്ക് കൊടുക്കുക, പ്രത്യേകിച്ച് തൂക്കമൊന്നുമില്ല. കാറ് വെട്ടിയടിച്ചിട്ടുള്ളതാണോ നമ്മളെ? 8-ാം തീയതി അവിടെ ചെന്നാൽ മതി. അവിടെ ചെന്നോ? അത് അദാലത്ത് നടന്നുകൊണ്ടിരിക്കുമല്ലേ? ചെറിയ അമൗണ്ട് തരും. അങ്ങനെ നമ്മുടെ ചേട്ടായുടെ മീൻ കംപ്ലീറ്റ് തീർന്നു കേട്ടോ. മീൻ കംപ്ലീറ്റ് തീർന്നു. ഇപ്പോൾ ഇല്ല, അവരും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രം എല്ലാം കാര്യമാണ്. അപ്പോൾ അപ്പാപ്പിയുടെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. നമ്മുടെ പാലത്തിൻ്റെ മേളിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് കേട്ടോ. വല്ലാത്തൊരുത്തി പാലമായിരുന്നു. ആ പാടം പറ്റിക്കിടക്കുക കേട്ടോ. ആ നേരെ കാണുന്ന പാടം കുറുവപ്പാടം. അതിൻ്റെ മുകളിൽ കൂടെ ഒരു 10,000 കണക്കിന് പക്ഷികൾ പറക്കുന്നുണ്ട് കേട്ടോ.